ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റഫീഖയൊക്കെ നടുവേദന അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടാളും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തു. മുറ്റത്തൂടെ കുറച്ച് സമയം ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. നമ്മൾ ഗ്രൗണ്ടിലൂടെയൊക്കെ നടക്കുന്ന ആ ഒരു ഫീലൊന്നും കിട്ടൂല, എന്നാലും നമുക്കൊരു എന്തോ ഒരു അനങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു എന്നുള്ളൊരു ഫീൽ വരും കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ചെടികളിലേക്കൊന്ന് ഇറങ്ങിയതാണ്. ചില ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബോൾസും ചെടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിൽ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടിട്ട് ലീഫ് ഇങ്ങനെ ചുരുണ്ടു പോകില്ലേ, ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈപ്പ് ചെടീൻ്റെ പ്രശ്നവും അങ്ങനത്തെ ഒക്കെ എന്താ പറയുക, പുഴുക്കേട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ആ ചെടിക്ക് വരില്ലേ. ഞാൻ പറഞ്ഞു തരാം ചെടി ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ. ഒന്ന് പുഴുക്കുത്തും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നശിച്ചു പോകേണ്ട സംഭവമേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഒന്ന് കൂടുകയോ കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും സംഭവം നശിച്ചു പോകും. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഗ്രോത്തെല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഒക്കെ റെഡിയായി വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ പ്ലാന്റ് വെച്ചതല്ലേ, പക്ഷേ അതിലൊരു അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് പോവുക എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. കാര്യം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പം മഴ കൊള്ളാത്ത രീതിയിൽ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. അതാണ് മറ്റേ പ്ലാന്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മരുന്നടിച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് അതൊക്കെ പോയി പോകും. അപ്പോൾ ഇപ്പോൾ മരുന്നടിച്ചതിന് ശേഷം ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്നാലും അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് തീർച്ചയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ കളയൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അപ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചുകൊണ്ടാവാം നനവുണ്ട് കേട്ടോ, ചെറിയ ഈർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കാനില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ചെടീൻ്റെ ഇടയിലൂടെ ഞാൻ കടന്നു പോകുന്ന മാതിരി തോന്നും, അല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെടി വെച്ചിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, എനിക്ക് കാണുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ, ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പ്ലാന്റില്ലേ നമ്മളെ ഫ്രണ്ടിലുള്ള ആ ഒരു പ്ലാന്റ് ഒഴിവാക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ, മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ തൈകളൊക്കെ എടുത്തിട്ട് ഒന്ന് മാറ്റി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വലുപ്പം വെക്കാനേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം ചട്ടിയിലേക്ക് മാറ്റി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ നമ്മൾ മഴയായിട്ട് അങ്ങനെ വന്ന് നോക്കുന്നേ ഇല്ലല്ലോ, അപ്പോൾ വെള്ളവും അത്യാവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് സമയം കൊണ്ടൊന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. കുറേ ടൈമൊന്നും രാവിലെ ഇങ്ങനെ ചെടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാണ് കേട്ടോ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ആ ഫ്രണ്ടിൽ നമ്മൾ പ്ലാന്റ് ആണെന്ന്, അപ്പോൾ അതാണ് കേട്ടോ. അതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മോശമായിട്ടുണ്ട്, അതായത് റീപ്ലാന്റ് ചെയ്യാൻ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തൈ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ ഏരിയയിലുള്ള ചെടികൾക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇന്നത്തെ നമ്മുടെ ചെടികളുടെ പരിപാലനം കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെ അങ്ങനെ ഭയങ്കര വെയിൽ നിൽക്കൂല, വെയിലിങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്നൊക്കെ വെയിൽ അങ്ങ് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ഇല്ലാണ്ടാകുന്ന ആ ഒരു ഇത് നന്നായിട്ട് വെയിലുണ്ടാകുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിലൊക്കെ ഒരു 2-3 ദിവസമൊക്കെ ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ പ്ലാന്റൊക്കെ നിന്നോളൂ കേട്ടോ, ഫ്രഷ് ആയിട്ട് തന്നെ നിന്നോളും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെയിൽ അടിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് പോയിട്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കണം അങ്ങനെ. അപ്പോൾ എൻ്റെ മസാല ബോക്സിൽ
മസാലകൾ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ചെയ്ത് വെക്കട്ടെ. ഇത് ഞാൻ രാത്രിയിലോ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനങ്ങനെ ഓർത്ത് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ മസാലകളൊക്കെ ഇടാനുള്ളതൊക്കെ ബോട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് എല്ലാം ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കടുക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ മസാല ബോക്സ്. അത് ഇന്നലെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ വിട്ടുപോയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഗരം മസാല കേട്ടോ, നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന മസാലയില്ലേ, അതാണ്. അപ്പോൾ അത് ചിലർക്ക് ഡൗട്ട് ചോദിക്കും, ഗരം മസാലയും ബിരിയാണി മസാലയും രണ്ടാണോ എന്ന് കേട്ടോ. അല്ല കേട്ടോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഗരം മസാല ഇട്ടാലും ബിരിയാണി മസാല ഇട്ടാലും ബിരിയാണിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ബിരിയാണിയിലേക്ക് ഇടുന്ന മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല ഫ്ലേവറും നല്ല ബിരിയാണിക്ക് നല്ല ടേസ്റ്റും കൊടുക്കുക. ഇതൊന്നും ഇല്ലാതെ നമ്മൾ കറക്റ്റ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കൂലേ, നമ്മൾ ഗരം മസാലിൻ്റെ റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അത് ഇടുന്ന അതിന് ഭയങ്കരമായിട്ടുള്ള പണിയും കാര്യമൊന്നും ഇല്ല കേട്ടോ. അധികം പണ്ടൊക്കെ എനിക്കൊന്നും അത് അറിയില്ലായിരുന്നു, അതിൻ്റെ കറക്റ്റ് അളവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് അതെന്തോ ഭയങ്കര പണിയാണ് എന്ന് ചെയ്യുന്നുണ്ട് ചിന്തിക്കുക. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത ഉണ്ടായിരുന്നേ, അപ്പോൾ ഓരെ കൊണ്ട് ഞാൻ അത് കറക്റ്റ് എനിക്ക് അളന്ന് തരാൻ പറയും. അത് ഇത്ര വെച്ചിട്ട് വാങ്ങിയാൽ മതി, അങ്ങനെയൊന്നും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പാചകത്തിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അവരിങ്ങനെ കുറച്ച് എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് അത് ഞാൻ വറുത്ത് പൊടിക്കാൻ കേട്ടോ ചെയ്യും. അപ്പം കാരണം അതിൽ അളവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാൽ ആ ഒരു മസാല കുത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഷോപ്പിലാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷോപ്പിൽ പോയിട്ട് എല്ലാം ബിരിയാണിയിലേക്ക് ഇടുന്ന എല്ലാ ഐറ്റംസും മസാലയ്ക്ക് ഇടുന്ന എല്ലാ ഐറ്റംസും ഒരു 5 ഗ്രാം വീതം അല്ലെങ്കിൽ ഒരു 10 ഗ്രാം വീതം എടുക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ആ രീതിയിൽ അവർ ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഒരു തവിയിലോ വെച്ചിട്ട് അളന്ന് എല്ലാം അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് വലിയ ജീരകം ഡബിൾ ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിന് ശേഷം പഠിച്ചതാണ് കേട്ടോ, എനിക്കും അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ മസാല ബോക്സ് കുറേ പേര് ചോദിക്കലുണ്ട് ഇപ്പോഴും വീഡിയോയിൽ. ഞാൻ കുറച്ചായിട്ടോ അപ്പോൾ വാങ്ങിയിട്ട്, ഞാനിത് കണ്ണൂർ നിക്ഷാൻ എന്ന് വാങ്ങിയതാണേ. അതാണ് നിങ്ങൾക്ക് ലിങ്ക് തരാൻ എനിക്ക് പറ്റാത്തത്. അതിൻ്റെ റേറ്റ് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ എത്രയാണ് റേറ്റ് എന്ന്. കുറേ പേര് ഇപ്പം അടുത്തും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടത്, അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ക്ലീനിങ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എല്ലാം എടുത്ത് വെച്ചുള്ള ഡീപ്പ് ക്ലീനിങ് അങ്ങനെയൊന്നല്ല. അത് ഞാൻ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യൂലേ, അങ്ങനെ ഒരു നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കും. ലിക്വിഡ് ഒന്നും ആക്കുന്നില്ല കേട്ടോ, വെറുതെ അങ്ങനെ ഒന്ന് തുടച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുഡ് വെച്ചിട്ടുള്ളതോ ഫുഡ് ഐറ്റംസോ, അല്ലെങ്കിൽ എൻ്റെ ഇതിൽ ഫുഡ് ഐറ്റംസ് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും അരി ആട്ടാനുള്ളതോ അങ്ങനെ എന്തെങ്കിലുള്ള കുറച്ച് തലേ ദിവസത്തെ ചോറുണ്ടാവും, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ശർക്കര ഒരുക്കിയത് ഉണ്ടാവും, പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ് ഉണ്ടാവുക. എങ്ങാനും ബാക്കി വന്നാൽ മാത്രമേ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ റാക്ക് വെച്ചിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് അതൊന്ന് നന്നായിട്ട് നനച്ച് തുടച്ചെടുക്കുന്ന ആ ഒരു റാക്ക്. അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്കുള്ളത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത റാക്ക് തുടച്ചെടുക്കുക. അതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. എല്ലായിടത്തും ഒന്ന് കയ്യെത്തി ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ തന്നെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇന്നെനിക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് കേട്ടോ ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനിത് ചെയ്തത്. അത് എങ്ങനെയായാലും മാക്സിമം ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ക്ലീനിങ് വരും. കാര്യം അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ വാങ്ങുക. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും കേട്ടോ. മാക്സിമം പോയാൽ ഒരു 1.5 ആഴ്ച അത്രേ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പം ഒന്നിച്ച് വാങ്ങാറുണ്ട് കേട്ടോ, അതങ്ങനെ. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും മോശമാവുകയില്ല. നമ്മൾ ഫ്രിഡ്ജും വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കണ്ണിപ്പെടാതെ വെജിറ്റബിൾസൊക്കെ അവിടെ കിടന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ചീഞ്ഞ് പോവുക, ബോക്സിലൊക്കെ അങ്ങനെ കിടന്നിട്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉപയോഗിച്ചും കഴിഞ്ഞാൽ അതങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പം ഞാൻ അധികം ഫ്രിഡ്ജ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പണികളുടെ ഇടയിൽ ചെയ്യൂല.
ഒരു എക്സ്ട്രാ ടൈം ഒരു 10 മിനിറ്റ് മതി കേട്ടോ. എക്സ്ട്രാ ടൈം ഒരു 10 മിനിറ്റ് രാവിലെയോ വൈകുന്നേരമോ എനിക്ക് കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും. രാത്രിയിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം, ഫ്രീ ആയിട്ട് മീൻസ് പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു വൈകുന്നേരമോ ഒക്കെ ഒരു ടൈം ഉണ്ടാവുമല്ലോ, നമ്മൾ എക്സ്ട്രാ ഒരു ടൈം നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുക. നമ്മുടെ പണികളുടെ ഇടയിൽ ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹറിബറിയായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പണി അങ്ങനെ തീരാതെ അങ്ങനെ ടൈം അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യലില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റ്, ഇപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് എനിക്കുണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ പണി അവിടെ അങ്ങനെ തീർന്നു കിട്ടുകയും ചെയ്യുമല്ലോ. ഒന്നുമില്ല, നന്നായിട്ട് തുണി പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് അകവും പുറവും ഒന്ന് തുടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിതാ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഓരോ സാധനങ്ങൾ വെക്കുമ്പോഴും ഇപ്പോൾ ഒന്നും തുറന്ന് വെക്കാണ്ടിരിക്കുക, അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനും, അതുപോലെ തന്നെ കറികളോ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നവരുണ്ടാവുമല്ലോ, എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് കറികളൊക്കെ എടുക്കുമ്പോൾ അത് മറിഞ്ഞു പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നമ്മൾ ബോക്സിലേക്ക് എപ്പോഴും കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക, ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കുക. പിന്നെ അതിൽ നിന്ന് തന്നെ അത് തൂകിപ്പോകാതെ എടുക്കുന്ന സമയത്ത്, പിന്നെ വെക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ പുറം ഭാഗത്തൊന്നും ഇല്ലാതെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടിരിക്കും, എന്ത് ക്ലീനിങ് ആണെങ്കിലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഞാൻ നമ്മളെ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്, പത്തൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പൊടി കുഴച്ച് വെക്കട്ടെ. ഇത് നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുന്ന പൊടിയില്ലേ, ഒറോട്ടിപ്പൊടി, അതാണ് കേട്ടോ. പുഴുങ്ങലരിയും കുറച്ച് പച്ചരിയും കൂടെ എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ 1 കിലോ പുഴുങ്ങലരി, അതിപ്പോൾ വെള്ളക്കുറുവരി അല്ലെങ്കിൽ നമ്മൾ റേഷൻ അരിയില്ലേ പുഴുങ്ങലരി, അതെടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 കിലോയിലേക്ക് 1 കപ്പ്, അതായത് 1/4 കിലോ അളവിൽ പച്ചരി എടുത്താൽ മതി. ആ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. ചിലർക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കട്ടി വേണ്ടി വരും, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റായിട്ട് പോവാത്ത പത്തൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൽ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ കൂട്ടിയിട്ട് പച്ചരി എടുക്കും. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ എടുക്കൽ. അപ്പോൾ എനിക്ക് നല്ല പൊടി തന്നെ കിട്ടാറുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട്, കുതിർക്കൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് വെക്കുക. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു തുണി വിരിച്ചിട്ട് നമ്മളെ സിറ്റ് ഔട്ടിലോ അങ്ങനെ ഒരു കാറ്റ് തട്ടുന്ന ഒരു ഏരിയയിൽ ഇട്ട് വെക്കുക, വെയിൽ കൊണ്ടിട്ട് ഉണങ്ങരുത് കേട്ടോ. എന്നിട്ട് വെള്ളം ഒട്ടുമില്ല, ഡ്രൈ ആണ്, ഇപ്പോൾ അരി പോലെ നമുക്ക് അങ്ങനെ വെള്ളം ഇല്ലാതായിട്ട് കിട്ടണം. എന്നിട്ട് അത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് ഒറോട്ടിക്ക് പൊടിച്ചെടുക്കുക, അതായത് നൈസായിട്ട് പൊടിച്ചെടുക്കുക. തരി ഒട്ടും പാടില്ല, പൗഡർ പോലെ പൊടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഒന്നും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളെ ഒറോട്ടീൻ്റെ പൊടി റെഡിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ. അത് എത്ര നാൾ വെച്ചാലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം നനവ് ചെറുതായിട്ടുണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലും. ഇനി നമ്മൾ ഒറോട്ടിക്കുള്ള കറിയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ചെമ്മീൻ വറുത്തരച്ച കറിയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഒറോട്ടിക്ക് നല്ല കോമ്പിനേഷനായിട്ടിത്. അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ മുളക് പൊടി കുറച്ച് അളവ് കുറച്ചത് കേട്ടോ. ഇത്രയും മസാലപ്പൊടികൾ മതി കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കിട്ടും. അതിന് ശേഷം പ്രോൺസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലില്ലേ ഇങ്ങനെ റബ്ബർ പോലെ ആവും കേട്ടോ. ഈ ചെമ്മീനൊന്നും ഒരുപാട് വേവില്ലാത്ത ഐറ്റാണ്. അപ്പോൾ അത് വേവ് കൂടിപ്പോയാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെയാവും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അടുപ്പിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന്, എന്തായാലും ഗ്യാസിലല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്, കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ മസാല ഉള്ളി തക്കാളി നമ്മൾ വേവിക്കാൻ പറ്റില്ല, അത് 2 വിസിൽ വന്ന് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ഡിലേ വന്നത് എനിക്ക് തേങ്ങ ചിരകിയത് തീർന്നു പോയിട്ടോ. നോക്കിയപ്പോൾ ഞാൻ ഫ്രീസറിൽ ഉണ്ടെന്ന് വിചാരിച്ചു വലിയ കാര്യത്തിൽ, പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചിരകി എടുക്കാനായിട്ട് ചെയ്തത്.
അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചുവന്നുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണോ ഹാഫ് ടീസ്പൂണോ വലിയ ജീരകം കൊണ്ടിട്ട് ഒന്ന് ഈ ഒരു കളറിലൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട, ഒരു ഗോൾഡൻ മെറൂൺ ആ രീതിയിലേക്കൊന്നും പോകണ്ട, ഇതുപോലെ മതി കേട്ടോ. ആ ഒരു വറുത്ത ടേസ്റ്റ് നമുക്ക് കിട്ടുകയും വേണം, എന്നാൽ ഒരുപാട് കളർ ചേഞ്ചായി വേറെ ലെവലിലേക്ക് പോവുകയും ചെയ്യരുത്, ആ ഒരു രീതിയിൽ. അപ്പോൾ തേങ്ങ ഞാൻ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ കറിയില്ലേ, ഉള്ളി തക്കാളി വെന്തതൊക്കെ ഞാൻ വേറൊരു കടായിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പ്രോൺസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ. അതിൽ കൂടുതലാവരുത്, 2-3 മിനിറ്റ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഹാർഡായി പോകും കേട്ടോ ചെമ്മീൻ. അപ്പോൾ അതൊന്ന് തിളച്ച് കുക്കായിട്ട് വരട്ടെ. ആ ഒരു സമയം നമുക്ക് അത് വറവിട്ടെടുക്കാനുള്ള ചെറിയ ഉള്ളിയില്ല, അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കട്ടെ. ഈ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേവിൻ്റെ ടൈം തന്നെയാണ് കേട്ടോ. അത് വേവ് കൂടിപ്പോയാൽ എന്തായാലും നമുക്ക് ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു ഫീലേക്ക് വരും, ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോയിപ്പോവും. ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും കേട്ടോ. അപ്പം അങ്ങനെ പണ്ടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ പാചകത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് കാര്യം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഭയങ്കര വേവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുമിച്ചിട്ട് അങ്ങോട്ട് വേവിക്കും കേട്ടോ. എന്നിട്ട് കുറേ സമയം വെന്ത് നോക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആകുന്നുണ്ടാവില്ല, കാരണം നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നോക്കുക, വേവാനുണ്ടല്ലോ, പിന്നെയും നോക്കും ആവില്ല. അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോൺസ് വെന്ത് വന്നതിന് ശേഷം ഞാൻ അരപ്പും കൂടെ വെച്ച് കൊടുത്തു. നമുക്കിവിടെ ഭയങ്കര തിക്കായിട്ടുള്ള ഈ അപ്പം പോലത്തെ കറി ഇഷ്ടമല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടുള്ള കറി തന്നെയാണ് ഇഷ്ടം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ടെടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാവും. അതൊന്ന് വറവും കൂടെ എടുക്കട്ടെ. ഇത് ഒരു കടായിൽ ഉള്ളിയും തക്കാളിയും അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ട് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം അത് വെന്ത് തന്നതിന് ശേഷം പ്രോൺസ് ഇട്ടിട്ട് വേവിച്ചു. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ ചെയ്തു എന്നേ ഉള്ളേ. പിന്നെ ഈ സ്റ്റീലിൻ്റെ കടായി, അതുപോലെ തന്നെ ഞാൻ തേങ്ങ വറുത്ത് അതിൽ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇൻഡസ് വാലീൻ്റെ അടിപൊളി പാത്രങ്ങളാണേ, വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കുക. കുറേ പേര് ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓർമ്മയപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ. അപ്പോൾ അങ്ങനെ നമ്മളെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഒറോട്ടിയും കൂടെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒറോട്ടി ഒരു 10 മിനിറ്റ് കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേ ഒരു 10 മിനിറ്റാണ് നിൽക്കുന്നത്, നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കറിയാകുന്ന അത്രയും സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ചുട്ടെടുക്കാം. ഞാൻ കറി ഇപ്പുറത്ത് നിന്നാക്കുമ്പോൾ തന്നെ അപ്പുറത്ത് 10 ചുട്ടെടുക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ പാനില്ലേ, ഇത് ഇപ്പുറത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഗ്യാസിൽ ഇത് വെക്കാൻ പറ്റൂല കേട്ടോ. കാരണം നമ്മളിങ്ങനെ വീതിയിൽ വെക്കുന്ന സമയത്ത് അവിടെ കൊള്ളൂല. പിന്നെ അപ്പുറത്തത് എൻ്റെത് വലിയ അടുപ്പാണ്, അത്രയും ഫ്ലെയിം ആവശ്യമില്ല, വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ. അതെനിക്ക് നമ്മൾ ബിരിയാണിക്ക് വെക്കുമ്പോൾ വലിയ വട്ടയും കാര്യങ്ങളൊക്കെ വെക്കൂലേ, ചെമ്പൊക്കെ, അപ്പോൾ അത് ബെസ്റ്റാണ് കേട്ടോ. പക്ഷെ അല്ലാണ്ട് നമുക്ക് അത്രയും ഫ്ലെയിം ആവശ്യമില്ല, നല്ല എന്താ പറയുക ഹെവി ഫ്ലെയിമാണ് കേട്ടോ വരിക. അപ്പോൾ അതുകൊണ്ടാണ് കറി ആയതിന് ശേഷം ഇതാക്കുന്നത്. അല്ലാതെ ഞാൻ വേഗം കറി ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്ന് പാനും വെച്ച് വേഗം ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ വർക്ക് ഏരിയയിലാണെങ്കിൽ എനിക്കത് രണ്ടും ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന കാരണം നമുക്കങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ ഇനി നമ്മളെ ഒറോട്ടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഒറോട്ടി ചുടൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരുമിച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ആവുന്ന എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഗ്യാപ്പിലേക്ക് വേറെ പരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. നമുക്കൊരു 2 ട്രിപ്പ് ആക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്കുള്ളത് ആവശ്യത്തിനുള്ളത് ആകും കേട്ടോ, അത്രേ വേണ്ടൂ. ഇത് ഇപ്പോൾ വലിയ മീൻസ് നല്ലോണം കഴിക്കുന്ന ആൾക്ക് ഒരു 4 എണ്ണം, അല്ലാത്തവർക്ക് ഒരു ജസ്റ്റ് എന്താ പറയുക ചെറുതായിട്ടൊക്കെ കഴിക്കും. ഇപ്പം എന്നെ പോലത്തെ ഉള്ളവർക്ക് ഒരു 3 ഒക്കെ മതിയാവും കേട്ടോ. റൊട്ടി അത്രയും തന്നെ മതിയാവും, നമുക്ക് ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ അകവും പുറവും ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെന്ത് വന്നാൽ അതിൻ്റെ നമുക്കിങ്ങനെ
ഒരു ഉറപ്പ് വരും. ആ ഉറപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിലേക്ക്, അതായത് ഫ്ലെയിം നന്നായിട്ട് വരിക സെൻറ്ററിലേക്കല്ല, സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ, അതാണ് ഈ കുക്ക് ആയി എന്നതിനുള്ള അടയാളം അതാണ്. അതൊക്കെ നമുക്ക് ചെയ്ത് ഇങ്ങനെ മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറോട്ടി നമ്മളെ ഒരു ഡിഷേ അല്ല, സത്യം പറഞ്ഞാൽ നമ്മളെ വയനാട്ടുകാരതല്ല. നമുക്ക് ടയർ പത്തിരി ഉണ്ട്, അല്ലാണ്ട് ഒറോട്ടി അത് കണ്ണൂരുകാരുടെ അവരുണ്ടാക്കുന്നൊരു സ്റ്റൈലാണ്, അവരുടെ ഒരു ഫുഡാണ് അത് ശരിക്കും പറഞ്ഞാൽ. നമ്മളിവിടെ ഇതില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ അത് പഠിച്ചെടുത്തത് തന്നെയാണ് കേട്ടോ. ഇവിടെ റഫീഖക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഉപ്പാക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാനിങ്ങനെ നോക്കിയിട്ടും ചോദിച്ചിട്ടും ഒക്കെ എന്താ പറയുക പഠിച്ചെടുത്തതാണ് കേട്ടോ. അത് ചെയ്ത് ഇപ്പോൾ നമുക്കും നല്ല എക്സ്പീരിയൻസ് ആയി, നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്യാൻ എനിക്കും പറ്റുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇത് നമ്മളെ ഡിഷ് അല്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇഷ്ടമാകുമ്പോൾ നമ്മൾ എന്തും പഠിച്ചെടുക്കുമല്ലോ, ഒരു കഴിക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമല്ലോ അത്. അപ്പോൾ അങ്ങനെ പിന്നെ അറിയില്ലേ റോഫ്ക ജംഷി, അപ്പോൾ അവർ കണ്ണൂരുകാരല്ലേ. അപ്പോൾ ജംഷി ചൂടുന്നതും ഞാൻ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ പൊടീനെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ജംഷീനോട് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു തരികയും ചെയ്യും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഞാനത് ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. നമ്മൾ പുഴുങ്ങലരി അരച്ചിട്ട് ഈ ടയർ പത്തിരി ഉണ്ടാക്കും. ടയർ പത്തിലും അതുപോലെ തന്നെ പോത്തുംകാലും, അത് നമ്മൾ വയനാടിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴൊക്കെ എല്ലാവരും പൊടിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഈസി അല്ലേ, പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ കുഴച്ചിട്ട് ചുട്ടെടുക്കാമല്ലോ, ഭയങ്കര ഈസി അല്ലേ. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിലത് ഉണ്ടാവുമല്ലോ. മറ്റേത് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കും, ചോറരി അരച്ചിട്ടുണ്ടാക്കും. അത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു വടക്കൻ ആ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും അരി വെള്ളത്തിൽ ഉണ്ടാവും. അവരൊരു മെയിൻ ഡിഷ് തന്നെയാണിത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് പോത്തുംകാലാണ് കേട്ടോ. ഇങ്ങനെ എല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു ബീഫില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന ഐറ്റം. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വയനാട്ടിലേക്കൊക്കെ വരുന്നവർക്ക് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പോത്തുംകാലും ഈ പത്തലും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പത്തൽ മീൻസ് നമ്മളെ ഇവിടെ ടയർ പത്തിരി തന്നെ പറയണം, അതും കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഒറോട്ടിയിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതില്ലാണ്ട് നമ്മൾ എന്തായാലും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ആ നെയ്യിൻ്റെ നമ്മൾ ഒരുപാട് ഇങ്ങനെ നെയ്യ് കുളിപ്പിച്ചെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുന്നുള്ളേ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഇവിടെ കട്ടൻ ചായ ഇല്ലേ, കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ല രസമാണ് ഒറോട്ടി. ആ ഒരു പൊടീൻ്റെ ആ ഒരു മിക്സ് കറക്റ്റായിട്ട് വന്നാലില്ലേ നല്ല റെഡി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും, നന്നായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും പൊടിയിൽ കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അതുപോലെ തന്നെ അരിയിലും ചില അരി നമുക്ക് പറ്റൂല, അരിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ഒരു ഒട്ടൽ വരും, അത് അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട്. നമ്മൾ ഒരു അരി യൂസ് ചെയ്ത് അത് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് ഈ ഒരു പൊടി ഉണ്ടാക്കുക, പല അരി ഉപയോഗിക്കും അങ്ങനെയൊക്കെ. അപ്പം അതിൽ ഓരോരുത്തരും ചെയ്യുന്ന രീതി നല്ല ഡിഫറെൻ്റാണ്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് പലരും പല രീതിയല്ലേ, അതുപോലെ. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അടിച്ചു വാരാനും അതുപോലെ തന്നെ ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മുറ്റ അടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് അലക്കാനുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെങ്ങപ്പള്ളി പോവാന്ന് ചോദിച്ചിട്ട്, വീട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പോവാനങ്ങ് നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് നമ്മൾ തീർക്കുമല്ലോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് അങ്ങനെ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ വെങ്ങപ്പള്ളിയിലെത്തി. ഉച്ച സമയമായിട്ടുണ്ടോ, അത്ര ഏകദേശം ആ ഒരു 11 എപ്പോഴാണ് അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ. അപ്പോൾ ഇതാ നേരെ ചോറിലേക്കാണ് കേട്ടോ വന്ന് വീണത്. അപ്പോൾ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ
അവിടെ വന്നതാ ചോറ് കഴിക്കല. അപ്പോൾ ഇതാ നല്ല അയില വരട്ടിയതും അയില പൊരിച്ചതും പരിപ്പ് പടവലങ്ങ കറി. പടവലങ്ങയൊക്കെ ഇവിടെ ഉണ്ടായ പടവലങ്ങയാണ് കേട്ടോ. അതുപോലെ തന്നെ പയറ് അങ്ങനത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിക്കുകയാണേ. നമ്മളെന്നും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കിയത് കഴിച്ചിട്ട് ഇടയ്ക്കൊന്നും ഇങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ വന്ന് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് വന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലല്ലേ, ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തോന്നും കേട്ടോ എല്ലാ ഐറ്റത്തിനും. അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കഴിക്കൂട്ടാ. ഒരു സ്പെഷ്യൽ ഇഷ്ടം അതിനോടൊക്കെ വരും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം പോകാനും ആയി തുടങ്ങിയിട്ടോ. അധിക സമയമൊന്നും നമ്മൾ നിന്നിട്ടില്ല. കാര്യം തനു ഹംവയും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ചെത്തണം കേട്ടോ. പൂമോക്ക് തിരിച്ചെത്തണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്കിവിടെ നിൽക്കാൻ കഴിയൂല. നമ്മൾ വന്ന സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ സ്കൂളിലേക്ക് പോയതാ. അപ്പോൾ ഉപ്പ ഇല്ല. ഉമ്മയും ആങ്ങളുടെ ഭാര്യയുണ്ട് കേട്ടോ. കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോയത്, അവരൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ പടവലം വിളവെടുക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പം ഒന്ന് പൂമോക്കും ഒന്ന് ഏട്ടത്തിക്കുമാണ് കേട്ടോ പറിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ നീണ്ടു പോകുന്ന അങ്ങനെയല്ല. ഇതിൻ്റെ മാക്സിമം വലുപ്പം ഇത്ര തന്നെയാണ് കേട്ടോ. ഈ ഒരു വലുപ്പമാണ് ഇതിന് വരുന്നത്. നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മളുണ്ടാക്കിയ ഇതിനില്ല പരിപ്പിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് ചെമ്മീനൊക്കെ ഇട്ട് വെക്കുന്ന കറി അടിപൊളിയല്ലേ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. പക്ഷേ കറി വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയിട്ടും പരിപ്പും പടവലങ്ങയും കറി വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെയല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓരോ ചീരക്കാണെങ്കിലും പയറിന് ബീൻസിനൊക്കെ വല്ലാത്ത ടേസ്റ്റ് അല്ലേ. മുഹമ്മദിനെ അറിയാലോ, മുഹമ്മദിനെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മുഹമ്മദ് മുളക് പറിക്കാ. ഇതൊക്കെ 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 തിന്നോ. അപ്പോൾ ഇതാ ഉമ്മ കുറച്ച് പയറുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ പറിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പച്ചമുളക് മുന്നേ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ തീർന്ന് അവസാനം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കൂടെ ഉണ്ടാവും. അപ്പോഴത്തേക്കും പിന്നെയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത് മത്തനാണ് കേട്ടോ. മത്തൻ വള്ളിയും അതിൻ്റെ ഉള്ളിലൊരു മാഷാ അല്ലാ നല്ല വലിയൊരു മത്തനും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും ഗ്രീൻ കളറിൽ. പക്ഷെ എനിക്കല്ല, നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു മത്തൻ കുമ്പളം ഇളവൻ അതിനേക്കാളുപരി അതിൻ്റെ ഇലയാണ് കേട്ടോ. മത്തൻ്റെ ഇല, കുമ്പളങ്ങേൻ്റെ ഇല, അതൊക്കെ ആണ് ഇഷ്ടം കറി വെക്കാൻ. ഇതെന്താണെന്നറിയാം, ശരിക്കും കണ്ടോട്ടോ. ഇതാണ് ഞാൻ പറയുന്ന മുടുങ്ങച്ചപ്പ് കേട്ടോ. നമ്മളെ കാക്കച്ചപ്പ് മുടുങ്ങച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, ചുക്കൂട്ടീൻ്റെ ഇല എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ശരിക്കൊന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുമ്പോൾ. അപ്പം അതാണ് കേട്ടോ സംഭവം. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ കുറച്ചങ്ങ് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ടേ, കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ അതുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേറെയുള്ള എന്തെങ്കിലും ചീരേൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടും ഇഷ്ടമാണ്, അത് മാത്രമായിട്ടും ഇഷ്ടമാണ് കേട്ടോ. അത് മാത്രമായിട്ട് വെക്കുമ്പം ചെറിയൊരു കയ്പ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എവിടെയോ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ കയ്പ്പൊന്നുമില്ല കേട്ടോ, നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിനൊരു നല്ല ടേസ്റ്റുള്ള കയ്പ്പാണ് കേട്ടോ. അത് കയ്പ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ കഴിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടേ. ഇതല്ല, കുറച്ചും കൂടെ അപ്പുറത്തേക്ക്. അപ്പോൾ പിന്നെ പറയാത്തവർക്ക്
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ലീഫ് എടുത്തിട്ട് വെക്കരുത് കേട്ടോ. അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനിപ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ പിക്ക് അടിച്ചു കൊടുത്താൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നോക്കുക. നമ്മളിവിടെ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്, പണ്ട് മുതലേ കഴിച്ചു വരുന്നതാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നമ്മളെ കണ്ണിനോ എന്തിനൊക്കെയോ ഇത് ഭയങ്കര ഗുണമായിട്ടുള്ള സംഭവമാണ്. പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ പൊതുവേ ഞങ്ങളില്ലേ ഈ തേങ്ങരച്ച കറീനോട് ഇപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇവിടെ വീട്ടുകാർക്ക് ഇഷ്ടം തേങ്ങരച്ച കറിയിനേക്കാളും താളിച്ച കറികളാട്ടോ. അതായത് ചീര താളിച്ചത്, മുരിങ്ങയില താളിച്ചത്, അങ്ങനെ ഈ സംഭവം ഇത് താളിച്ചത്, തക്കാളി താളിച്ചത്, അങ്ങനെ പടവലം, ചിരങ്ങ, അങ്ങനെ താളിച്ച ഐറ്റംസിനോടൊരു കൂടുതൽ പ്രിയമുണ്ട് കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ബീഫൊക്കെ വരട്ടിയിട്ട്, ചിക്കന് ബീഫ് അതൊക്കെ വരട്ടിയിട്ട് ഇത് താളിക്കുക ചെയ്യുക കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ ഉപ്പേരി അതും ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ നമ്മൾ ചെയ്യുക ഈ താളിപ്പാണ് കേട്ടോ. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ചെറിയ ആങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ലീഫ് ഇപ്പം എന്ത് ലീഫാണെങ്കിലും നമ്മൾ അധികട്ടിങ്ങനെ വെന്ത് കളർ ചേഞ്ച് ആവരുത്. ആ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ നിൽക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു താളിപ്പുണ്ടല്ലോ, ആ ഒരു താളിപ്പും ഫിഷ് ഫ്രൈയും ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ താളിപ്പും മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വായിൽ വെള്ളം വരും കേട്ടോ ഇപ്പം സമയത്ത് ആലോചിക്കുമ്പോഴും. അതുപോലെ തന്നെ ആ താളിപ്പും മത്തി പൊരിച്ചതുമില്ലേ, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം അത് ചില ഏരിയയിലൊക്കെ ഉണ്ട്, പക്ഷെ ചില ആളുകൾക്ക് അത് അറിയേയില്ല കേട്ടോ. പണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാസർഗോഡ് അവൾ ചിലപ്പം വീഡിയോ കാണുന്നുണ്ടാവും, സേറ. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കലുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വീട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ചു വരിക. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക. അങ്ങനെ അത്രയും ലോങ് ഉണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ യാത്ര വേണ്ടി വരും, സ്കാനിങ് വേണ്ടി വരും. അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് യാത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫുഡിനോടൊക്കെ ഒരു എന്തോ പോലെ വരുമല്ലോ, ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ മുരിങ്ങയില ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ പറയും ഇങ്ങനെ വേറെ ഒന്നും ആക്കണ്ട, എന്തെങ്കിലും ഒരു താളിപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെ. അപ്പോൾ അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പിന്നെ അവൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞതാണേ. ഇതാണ് സാധനം. ഇതിൽ കൂടുതൽ എങ്ങനെ കാണിക്കുക എന്താ പറയാന്ന് എനിക്കറിയില്ല. ചുക്കുട്ടീൻ്റെ ഇല, പിന്നെ മുടുങ്ങച്ചപ്പ്, കാക്കച്ചപ്പ് എന്നൊക്കെ പറയും അല്ലേ. വേറെ എന്തെങ്കിലും അറിയാം? അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ പേര്? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ഞാൻ പറഞ്ഞു കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ പിടിക്ക്, ഞാൻ ആ പഴം പറിക്കട്ടെ. അതിൻ്റെ ചുക്കുട്ടിക്ക ഇത് കണ്ടാൽ മനസ്സിലാകാൻ. ഇതാണ് ഇതിൻ്റെ പച്ച കുരു. ഇത് പഴുത്താൽ ഇങ്ങനെ ഉണ്ടാവും, കണ്ട. അടിപൊളി. എന്താ അത്ര ടീ ഇത് കഴിക്കാൻ പറ്റും. മുഹമ്മദേ പച്ച എടുക്ക, നോക്ക് പഴുത്ത എടുക്ക്. തിന്നോ തിന്നോ തിന്നാ. മയിലേ പോയോ? അപ്പോൾ ഇനിയാണ് കേട്ടോ കാര്യപ്പെട്ട പരിപാടി. ഇനി ഒരാൾക്ക് പയറ് വേണം, ഒരാൾക്ക് ചീര മതി, ഒരാൾക്ക് അങ്ങോട്ട്, ഒരാൾക്ക് ഇങ്ങോട്ട് എന്നൊക്കെ ആയിക്കോട്ടെ. ഇവിടെ സംഭവം ഇനിയിപ്പോൾ എല്ലാം വീതം വെപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ദിവസം മുമ്പ് വന്നിട്ട്
എന്തിനു അങ്ങനെ എന്തോ വന്നതാണ്. അല്ല, ഞാൻ വന്നതല്ല കേട്ടോ, ഉമ്മ വീട്ടിലേക്ക് വന്നതാ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉമ്മ കുറച്ച് പയറും പടവലമൊക്കെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിവിടെ പറയുന്നുണ്ട് കേട്ടോ, കൊണ്ടുപോയതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് ടൗണിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. മുടി വിട്ടാനാ കരയരുത് കേട്ടോ. കരയോ? ഇല്ല, കരയൂല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഇതാ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ മുടി വെട്ടിക്കാനുണ്ട്. അപ്പം അങ്ങനെ അതിനു വേണ്ടി വന്നതാണ് ഫസ്റ്റിൽ തന്നെ. അതാ മിഠായി. മിഠായി കുട്ടിക്ക് 2 മിഠായി. ഇളക്കാതെ കാണിക്കേ. എന്നാലും ഭാഗ്യമുണ്ട്. ഇനി തരയില്ല, കുറച്ച് വലുതായില്ല. ഇപ്പൊ കുറച്ച് വേദന. എങ്ങനെയൊക്കെ വന്നതായിരുന്നു. ഇപ്പോഴത്തെ കോലം നോക്ക്. അപ്പോൾ അവനോട് ചിരിക്കാൻ പറഞ്ഞിട്ട് അവന് ചിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ് മുടി വെട്ടുന്ന സമയത്ത്. പൂമോള് പറഞ്ഞ പോലെ കുറച്ചങ്ങ് വലുതായല്ലോ, അതിൻ്റെ ആയിരിക്കും. കരഞ്ഞില്ല, പക്ഷേ എവിടേക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എന്നാലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു മൂപ്പര്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് റെഡിയാവും. അതുകൊണ്ട് വലിയ നമ്മൾ വിചാരിച്ച സീനൊന്നും അവിടെ ഉണ്ടായില്ല. മുട്ടായിയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് കാണുമ്പോൾ അവൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത് പതിവാണ് കേട്ടോ. നമ്മൾ 3 പേരും ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ, ഒരു സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അത് വിശക്കുന്നുണ്ടെങ്കിലും വിശന്നാലും ഒക്കെ കഴിക്കും. നല്ല രസമല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന്. അപ്പോൾ ഇതാ മുഹമ്മദ് കിൻഡർ ജോയ് കാണിച്ചു തരികയാണ് കേട്ടോ. ഏതാണ് മിഠായി അതിലേറ്റവും നല്ലതാണ് ഇപ്പോൾ വേണ്ടത് കേട്ടോ. ഇവന് മിഠായികളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടാ. ഡയറി മിൽക്ക്, ഇപ്പോൾ ഡയറി മിൽക്കും വേണ്ട കേട്ടോ, ഗാലക്സിയാണ് വേണ്ടത്. ഡയറി മിൽക്ക് കൊടുത്താൽ എറിയും, എന്നിട്ട് ഗാലക്സി വേണം എനിക്ക്. അങ്ങനെ ഇപ്പം തന്നെ അതൊക്കെ മനസ്സിലാകാനായിട്ടാ. പിന്നെ അടുത്തത് ഇവന് ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവന് ടോയ്സ് വേണം എന്നാൽ എന്നിട്ട് അത് അവിടെ നിന്ന് കുറച്ച് സമയം കളിക്കണം. അതായത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ അതുകൊണ്ട് കളിക്കും, കുഴപ്പമില്ല. പക്ഷെ അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് എന്നുള്ള ബുദ്ധി ആയിട്ടില്ല കേട്ടോ. അത് അവിടെ ഇങ്ങനെ ഫ്ലോറിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ കളിച്ചോളും തിരിച്ചു വരുന്നവരെ. അപ്പം ഞാൻ പറയാം പൂമോളോട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ തീർന്ന്. കാര്യം ഇത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു സംഭവം അറിയാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ വലിയ കച്ചറില്ലാത്തത്. അപ്പോൾ അങ്ങനെ മുഹമ്മദിനെ ഒരു മുട്ടായിക്ക് കൊടുത്തിട്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ടായി
അടുത്തത് ഇത് കഴിയില്ല തീരുമ്പോഴത്തേക്ക് വേഗം പർച്ചേസിങ് തീർക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുത്തത് കാണിച്ചു തരും. അപ്പം അത് വാങ്ങിക്കൊടുത്തേ പറ്റൂ കേട്ടോ. കാര്യം തനുവിനെ ഹവ്വനെ പോലും നല്ല കേട്ടോ. തനുവിനും ഹവ്വക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറയും ഇവർക്ക് അതൊന്നും അറിയില്ല. അടി കൊടുത്താലും ഇത് അടിച്ചത് എന്തിനാ, ഇനി അടുത്തതിന് അടി കിട്ടുന്നോ, അങ്ങനത്തെ ഒരു ചിന്തയില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും അറിയില്ല, അതാണ് കാര്യം. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂന്നാക്കും ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് സാധനം വാങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പച്ചക്കറിയും, അങ്ങനെ ഭയങ്കരമായിട്ടല്ല, കുറച്ച് പച്ചക്കറി, എഗ്ഗ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പൂമോള് വൈത്തിരിയിലേക്ക് പോയി, ഏട്ടത്തി ചുണ്ടയിലേക്ക് പോയി, ഞാൻ കൽപ്പറ്റ നമ്മളെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയും ഒക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ കറിയുണ്ട്, ചപ്പാത്തി റെഡിയാക്കി എടുത്താൽ മതി. ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടാണ്. അതിന് ശേഷം ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്, രാത്രിയിലേക്കുള്ള നമ്മളെ ഫുഡ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതങ്ങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. പിന്നെ നമസ്കാരവും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് കുറേ സമയം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നിപ്പോൾ പകൽ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ വേഗം ഫുഡാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.